അയ്യോ ഞാൻ അതൊന്നും ഓർത്ത് പറഞ്ഞതല്ല. എന്റെ പൊന്നു നിർമ്മല, നീ ഒന്ന് അടങ്ങ്. നിർമ്മലയോ? ആരാ അത്? എനിക്ക് ഇപ്പൊ അറിയണം ആരാന്ന്. അത് കഴിഞ്ഞു മതി സംസാരവും കിന്നാരവും ഒക്കെ. എന്റെ പൊന്നു കുഞ്ഞോളെ, ഒരു ഒഴുക്കിനങ്ങ് പറഞ്ഞു പോയതാ. നിർമ്മലയെന്നോ? ആ പേരെങ്ങനെ എന്റെ നാവി വന്നു? അത് തന്നെയാ ഞാൻ ചോദിക്കുന്നേ. നീ ചോറെടുക്ക. ഷാപ്പിൽ നിന്ന് ഉച്ചക്ക് കൊണ്ടുവന്ന ചൂട വറുത്ത് അവിടെ ഇരിപ്പില്ലേ? ചെന്ന് എടുത്ത് വെക്കരുത്. പോയെടുത്ത് വെക്ക്. ചോറെടുക്ക. ഞാനിങ്ങ് വരാം. ചെല്ല്. ഞാൻ പിന്നെ എടുത്തോളാം. ചെല്ല്. എന്നോട് മുറി തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് അമ്മ കല്യാണത്തിനോട് ഓടി കിടക്കാണല്ലേ. ഞാൻ അറിഞ്ഞു അമ്മ ചാരുമായിട്ടേ ടൈപ്പായെന്ന്. കൊള്ളാം. ചാരുമായിട്ടുള്ള കല്യാണം ഒരിക്കലും നടക്കില്ലെന്ന് ഉറപ്പ് പറഞ്ഞിട്ട് അമ്മ അവളുടെ മുമ്പിൽ പോയി മാപ്പ് പറഞ്ഞ് നല്ല അമ്മായമ്മ ചമഞ്ഞു. എല്ലാ കാര്യം ഞാൻ അറിയുന്നുണ്ട്. എടാ, നീ ഇത്രയും മണ്ടനായിപ്പോയിന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എടാ, നമ്മൾ അവളുടെ മുന്നിൽ മാത്രമല്ല എല്ലാവരുടെ മുന്നിലും കല്യാണത്തിന് സഹകരിക്കുന്നു എന്നുള്ള രീതി കാണിച്ചു നിന്നില്ലെങ്കിലുണ്ടല്ലോ. ദേ ഇപ്പോഴേ നിന്റെ അച്ഛൻ നമ്മളെ അടിച്ചു പുറത്താക്കും. മനസ്സിലായ? കല്യാണത്തിന് മുമ്പേ ആ ചാരുവിനെ ഇവിടെ കൊണ്ട് നിർത്തുമെന്ന് ആരറിഞ്ഞു? അവള് നേരത്തെ എത്തിയത് എന്റെ കണക്കൂട്ടലുകളൊക്കെ തെറ്റിയത്. അതുമല്ല, അങ്ങേര് കേക്കൊന്ന് വിചാരിച്ചിട്ടാ ഞാൻ അവളോട് മാപ്പ് വരെ പറഞ്ഞത്. ഞാൻ അവളോട് മാപ്പ് പറഞ്ഞതേ ഇനി ആയിരപ്പറയിലെ ചുമതല മുഴുവൻ ചാരുവിനാണെന്നും ഞാൻ വിശ്രമിക്കാൻ പോവാണെന്നൊക്കെ തട്ടിവിട്ടതേ ചാരു മാത്രമല്ല, നിന്റെ അച്ഛനും വിശ്വസിച്ചിട്ടുണ്ട്. ചാരുവിനെ പറ്റി നല്ലത് പറയുന്നതൊക്കെ കേട്ടിട്ടേ കുളിര് കോരിയിരിക്കുക നിന്റെ അച്ഛൻ. എടാ, ഇവിടുന്ന് പോകുന്ന നിമിഷം വരെ നമ്മൾ അങ്ങനെ നിൽക്കാവൂ. നീ ചാരുവിനോടും അച്ഛനോടും ഒക്കെ നല്ല സ്നേഹം നടിക്കണം. അതെ, നടിക്ക മാത്രമേ ചെയ്യാവൂ. സ്നേഹിച്ച കുന്നുകളയും ഞാൻ. അമ്മേ, എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഒന്നാമത് ഫ്രണ്ട്സ് അതെങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു പാറും പിന്നെ പ്രിയനും ഇവരെയൊക്കെ ചുറ്റിക്കൊണ്ട് നിർത്തിയിരിക്കുകയല്ലേ. നേരത്തെ ബാബുക്കുട്ടനെയും ആകാശിനെയും മാത്രം പേടിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ ആകെ സീന. എടാ, നീ എന്തിനാ ബാബുക്കുട്ടനെ പേടിക്കുന്നേ? അവനല്ലേ ഈ കളികളുടെയൊക്കെ സൂത്രധാരൻ. എടാ, അവന് ചാരുവിനെ കിട്ടാൻ വേണ്ടിട്ട് എന്തു കോലവും കിട്ടും. പിന്നെ ആ പാർവതിയും പ്രിയനെയൊക്കെ നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. അവരെ നീ മൈൻഡ് ചെയ്യണ്ടെന്ന്. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. അമ്മ ഇങ്ങനെയൊക്കെ പറയും. അവസാനേ എനിക്കിവിടുന്ന് ഊരാൻ പറ്റത്തുള്ള കുടുക്കുണ്ടായി കഴിഞ്ഞാലേ ഞാൻ പെട്ടു. എടാ, അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എന്റെ മോൻ സമാധാനമായിട്ടൊന്നിരിക്കെ. ഞാൻ പോയി ഒരു പേപ്പർ സംഘടിപ്പിച്ചുകൊണ്ട് വരാം. അതിന് പേപ്പർ അമ്മ ഉദ്ദേശിക്കുന്നെന്ന് പറ. എടാ, അവസാനം വല്ല കുരുക്കും വന്ന് നീ പെട്ടുപോകുന്നല്ലേ നിന്റെ പേടി. പോകുന്നതിന് മുമ്പ് നീ ഇവിടുന്ന് രക്ഷപ്പെടണം. അതിനുള്ള ഏർപ്പാടൊക്കെ ബാബുക്കുട്ടൻ ചെയ്തിട്ടുണ്ടല്ലോ. അവനെ ചാരുവിനെ കിട്ടാൻ നമ്മളെ കരുവാക്കുവാടാ. അതുകൊണ്ടൊന്നും നിന്റെ അച്ഛൻ നാണം കെടാൻ പോകുന്നില്ല. ബാബുക്കുട്ടൻ കെട്ടാന്ന് പറഞ്ഞാലുവേ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം ചാരു അതിന് സമ്മതിക്കില്ല. അവൾക്കിഷ്ടമില്ലാത്ത ഒരു കാര്യത്തിനും നിന്റെ അച്ഛനും കൂട്ടുനിൽക്കില്ല. ആ ചാരു അവളുടെ ചത്തുപോയ തള്ളയും കാരണം ഞാൻ അനുഭവിച്ച നാണക്കേടുണ്ടല്ലോ. എല്ലാവരുടെയും മുന്നിൽ അനന്തരവളി കെട്ടിപ്പിടിച്ച് എന്നെ ഈ ആയിരപ്പറന്ന് കുടിയൊഴിപ്പിച്ചപ്പോഴുണ്ടല്ലോ ഞാൻ അനുഭവിച്ച വേദന. 6 വർഷമാ എന്നെ ഇവിടുന്ന് മാറ്റി നിർത്തിയത്. അന്ന് നീ എന്റെ കൂടെ വന്നു. ആകാശ ആ മനുഷ്യന്റെ കൂടെയും. ഞാൻ അനുഭവിച്ചതെല്ലാം എന്റെ അച്ഛനും അനുഭവിക്കണം. മാഷിന്റെ അന്തസ്സും തറവാട്ടുമായും എല്ലാം ഇതോടെ തീരണം. പാല തേന തങ്കമാണെന്നൊക്കെ പറഞ്ഞു കൊണ്ടു നടക്കുന്ന ആ ചാരുവിന്റെ കല്യാണമല്ലേ, അത് മുടങ്ങുന്നതോടെ നിന്റെ അച്ഛൻ നിലംപരിശാവും. നിക്കളിയില്ലാതെ ചിലപ്പോ കെട്ടിത്തുണ്ടി ചാവേണ്ടി വരും. പക്ഷെ പെങ്ങളെ പോലെ
ആ മനുഷ്യൻ ആവട്ടെ. ഇതൊക്കെ എനിക്ക് കണ്ടേ പറ്റൂ. അമ്മേ, നാളെ മുഹൂർത്ത സമയത്ത് മുഹൂർത്തത്തിന് ആകാശിനെ കൊണ്ട് ചാരുവിനെ കെട്ടിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവനാണെ അച്ഛനൊന്ന് മൂളിയാ മതി, എന്തു അനുസരിക്കും. എടാ, അതിനല്ലേടാ രവിമാഷും രാധ അയാളുടെ മോള് നയനയൊക്കെ ഈ വീട്ടിൽ ചുറ്റിപ്പറ്റി നടക്കുന്നേ. ഉം. അവളും ആകാശമായിട്ടുള്ള കല്യാണവും ഉറപ്പിച്ചു വെച്ചിരിക്കല്ലേ, പഴയ 2 വാദ്യന്മാരും കൂടി. അതെ, ഞാൻ അതിന് സമ്മതം മൂളി കൂടെ നിന്നത് എന്തിനാന്നാ? ചാരു എത്ര പ്രിയപ്പെട്ടതാണെന്ന് പറഞ്ഞാലും രവിമാഷുമായിട്ടുള്ള ആകാശിന്റെ ബന്ധം കൈവിട്ടു പോവാൻ നിന്റെ അച്ഛൻ സമ്മതിക്കില്ല. പോരെങ്കി കല്യാണത്തിന് 2 ദിവസം മുമ്പേ അയാള് കാരണവരായിട്ട് ഇവിടെ നിൽക്കല്ലേ. ഉം. ആ ബന്ധം കൈവിട്ട് കളയാൻ മാഷ് വലിയ കേമുമായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആയിരപ്പറയുടെ പാരമ്പര്യമൊക്കെ സമ്മതിക്കോ? ഉം. എടാ, മാഷിനെ എല്ലാത്തിലും വരുന്നത് എന്താണെന്നറിയോ? തറവാട്ട് മഹിമയാ. പറഞ്ഞ വാക്ക. ചത്താലും ആ മനുഷ്യനത് തെറ്റിക്കില്ല. ഉം. നമുക്ക് ഈ കല്യാണം മുടങ്ങണമെന്നേ ഉള്ളൂ. ചാരുവിന് പിന്നെ ഏത് തെമ്മാടിക്ക് കെട്ടിച്ചു കൊടുത്താ എന്താ? ആരെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഊരും വീടും ഒന്നും ഇല്ലാത്ത ആ ഗോവിന്ദന്റെ തലയിൽ കെട്ടിവെച്ചു കൊടുക്കട്ടടാ. കല്യാണം മുടങ്ങിന്ന് അറിഞ്ഞത് മുതല് മാഷി നിന്ന് ഒരുങ്ങുന്നത് എനിക്ക് കാണണം. ഞാൻ അനുഭവിച്ച നാണക്കേടും വേദനയും ഒറ്റപ്പെട്ടെന്റെ സങ്കടമൊക്കെ ഉണ്ടല്ലോ, മാഷു അനുഭവിക്കണം. ഉള്ളു നീറി നീറി മാഷി ഇല്ലാതാവണം. അതൊക്കെ ശരി. പക്ഷെ അമ്മ പേപ്പർ മേനെ അന്വേഷിച്ചതിനാ? അച്ഛന് സ്വത്തൊക്കെ മടക്കി എഴുതി കൊടുക്കാനാണോ, അതോ അമ്മയുടെ പേരിലേക്ക് മാറ്റാനോ? എടാ പോടാ മണ്ട, ഓ. അതൊക്കെ എന്തിനടാ? എടാ, അതൊക്കെ മുദ്രപത്രത്തിൽ എഴുതാതെ അതിനൊക്കെ എന്ത് വിലയാ ഉള്ളത്? ആ. ഇതേ അതിലും വലിയ ബോംബാ. ഏ? നീ ലെറ്റർ ബോംബെന്ന് കേട്ടിട്ടുണ്ടോ? ഈ ആയിരപ്പറയുടെ പേരും പെരുമയൊക്കെ കത്തിച്ചാമ്പലാക്കുന്ന ലെറ്റർ ബോംബ്. എടാ എന്റെ മോനെ, നീ സമാധാനായിട്ടിരിക്കും. എടാ, ഞാൻ പോയിട്ടേ അനുമോളുടെ മുറിയിൽ നിന്ന് പേപ്പറും പേന എടുത്തിട്ട് വരാം. എടാ, അതെനിക്ക് താ. ശ്ശോ. എടാ, താടാ. മക്കളെ, ഈ പേപ്പറൊക്കെ എവിടുന്നാ കിട്ടിയേ? ഷോ, ഈ നല്ല പേപ്പറൊക്കെ വെട്ടി നശിപ്പിക്കുകയാണല്ലോ. അനുവിന്റെ മുറിയിൽ നിന്ന് നിങ്ങൾ കട്ടെടുത്താണോ? അല്ല, ഞങ്ങൾക്ക് അനുചേച്ചി കളിക്കാൻ തന്നതാ. ഞാനൊന്ന് അവളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് കളിക്കാൻ തന്നാണോന്ന്. ആഹാ.